പറഞ്ഞു അമ്മ തെണ്ടി നടന്നാലും മക്കളെ വളർത്തിക്കോളാന്ന് പറഞ്ഞു. പഠിപ്പിച്ചോളാം. രണ്ടുപേരെ ഞാൻ ബികോം പഠിച്ച് ടാലിയും പഠിപ്പിച്ചു രണ്ടുപേരെ. ആ രണ്ടുപേർക്കും ജോലിയായി. അതും പശു വളർത്തലിലൂടെ തന്നെയാണ്. പശു വളർത്തലിൽ തന്നെ ഞാൻ മക്കളെ പഠിപ്പിച്ചത്. തക്കര പോനാണ് അമ്മയുടെ പേരിട്ടിട്ടുണ്ടാ. പിന്നെ ശങ്കരൻ. നമ്മൾ ഇതുവരെ കാണാത്ത വ്യത്യസ്തയായ ഒരു ക്ഷീര കർഷകയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനൂബി. നമ്മളിപ്പോ നിൽക്കുന്ന പൂക്കാട്ടോടെയുള്ള മംഗളം ചേച്ചിയുടെ പശുത്തൊഴുത്തിലാണ്. ഇവിടെ 4 പശുക്കളും അതിന്റെ കുട്ടികളുമാണുള്ളത്. കഴിഞ്ഞ 9 വർഷത്തോളമായി ചേച്ചി പശു വളർത്താൻ തുടങ്ങിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് നമ്മളിത് കേൾക്കാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേര് പറയാവോ? മംഗളം അജയ്. ഓക്കെ. നമ്മുടെ സ്ഥലം പറയാവോ? പുക്കാട്ടുപടി പാലാഞ്ചേരി. എത്ര നാളായിട്ടാണ് പശു വളർത്തൽ മേഖലയ്ക്ക് വന്നത്? പശു വളർത്തൽ ഞാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തൽ തെരഞ്ഞെടുത്തത്? അത് എൻ്റെ ഹസ്ബൻഡിന് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ആണ്. ഓക്കെ. അപ്പൊ ഞാൻ മെയ്ക്കാട് പണിക്കാ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞടി ഞാൻ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങിപ്പോണു, അപ്പൊ നീ ഒരു ക്രാവിനെ മേടിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരന്റെ വീട് ആലുവയിലാണ്. അപ്പൊ ഒരു കൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ. അപ്പൊ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ക്രാവിനെ തരുമോന്ന് ചോദിച്ചു. വാടി നീ ഞായറാഴ്ച വാ, എൻ്റെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഒരു മഠത്തിൽ ക്രാവുണ്ട്, ഞാൻ തരാന്ന് പറയും. അപ്പൊ ഈ ക്രാവിനെ എനിക്ക് തന്ന ക്രാവിന്റെ അമ്മ ചത്തുപോയി, കുളമ്പ് രോഗം വന്ന് ചത്തുപോയി. അപ്പൊ പറഞ്ഞു നീ ഇതിനെ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് ചേച്ചിയും ചേർന്നും ആളെ കയറ്റണം ഓട്ടോറിക്ഷ വിളിച്ച് എനിക്ക് കയറ്റി വിട്ട് തന്ന്. കയറ്റി വിട്ട് തന്നപ്പോ സുരേഷ് സാറ് പറഞ്ഞ് മംഗളത്തിന് ഞാൻ കന്നുകാലി കുട്ടിക്ക് തിരിക്കി എഴുതാം, ഒരു ക്രാവിനെ മേടിച്ചോളാൻ പറയും. അങ്ങനെ ഞാൻ ക്രാവിനെ മേടിച്ചുകൊണ്ടെന്ന് വളർത്തി. അങ്ങനെ കന്നുകാലിക്കുട്ടി തിരി കൊടുത്ത് വളർത്തി ചേന പിടിപ്പിച്ച് വളർത്തി ഞാൻ കറക്കാൻ തുടങ്ങിയപ്പോ എനിക്കൊരു ആഗ്രഹം, ഒരു പശുവിനും കൂടി വാങ്ങണമെന്ന്. അപ്പൊ ഞാൻ ലോൺ എടുത്ത്, ക്ഷീരവർഷത്തിന് ലോൺ എടുത്ത് ഞാൻ ഒരു പശുവിനെയും കൂടി മേടിച്ച്. അപ്പൊ ഇതിന്റെ മൂത്ത കിടാവ് പശുക്കിടാവായിരുന്നു. അപ്പൊ അതിനെ കുത്തി വെക്കാറേയായി. അപ്പൊ അങ്ങനെ കുത്തി വെച്ച് പാലിന്റെ ഇടപാട് തുടങ്ങിയപ്പോ എനിക്ക് ലാഭമായിട്ട് തോന്നി. അപ്പൊ തിരിക്ക് വില കൂടിയിട്ടില്ല. ഇപ്പൊ തിരിക്ക് വില കൂടിയ കാരണം നമുക്കൊരു ഇത്, എന്നാലും ഞാൻ ജീവിച്ചു പോണുണ്ട്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞപ്പോ ഒരു പശുവിന് ഇതിന്റെ കറവ് വന്നപ്പോ ഒരു പശുവിനും കൂടി മേടിക്കണമെന്ന് തോന്നി. ഞാൻ ഇതിനെ കൊടുത്തിട്ട് ഇത്തിരി പൈസയും കൂടി ഉണ്ടാക്കി എന്റെ മാല പണയം വെച്ച് ഒരു പശുവിനും കൂടി വാങ്ങി. പിന്നെ ബാക്കിയുള്ള എന്റെ കിടാക്കളെ ഞാൻ കുത്തി വെച്ച് അങ്ങനെ ചേന പിടിപ്പിച്ച് ഇപ്പൊ എനിക്ക് പശു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ ഹസ്ബൻഡിന് 6000 രൂപ മരുന്നിന് വേണം, 4000 രൂപ ലോൺ അടയ്ക്കണം, പിന്നെ എനിക്ക് വീട്ടിൽ ചെലവ് വേണം, പിന്നെ പശുക്കളുടെ തീറ്റ. അപ്പൊ ഞാൻ നേരം വെളുത്ത് 3:30 എനിക്ക് വെളുപ്പിന് 3:30 എനിക്ക് പശുവിനൊക്കെ കുളിപ്പിച്ച് തേച്ചരച്ച് കുളിപ്പിച്ച് തൊഴുത്ത് കഴുകി കറവയ്ക്ക് ഇരിക്കും. അപ്പൊ ഇതേ പുള്ളിക്കാരൻ ഇപ്പൊ 4 മാസമായി പുള്ളിക്കാരൻ ഒന്നും തൊട്ടിട്ട് ഇപ്പൊ കുപ്പി എടുത്തു വയ്ക്കാൻ തുടങ്ങി. അപ്പൊ പാൽക്കുപ്പിയൊക്കെ എടുത്തു വയ്ക്കും. ഇപ്പൊ ഞാൻ നിറച്ച് വീടുകളിലൊക്കെ കൊണ്ടുപോയി ഞാൻ ഇരുന്നായിരുന്നു. ഇപ്പൊ കാല് സുഖമില്ലാത്ത കാരണം വെള്ളത്തിലും ചെളിയിലും ഇറങ്ങാൻ പറ്റില്ല, ഇൻഫെക്ഷൻ കയറൂലേ. അപ്പൊ പുള്ളിക്കാരൻ വരൂല, ഞാൻ ഒറ്റയ്ക്കാണ് അറുത്ത് ചെയ്ത് പുള്ളിക്കാരൻ സഹായിച്ചുകൊണ്ടിരുന്ന. അപ്പൊ പാൽക്കുപ്പിയൊക്കെ എടുത്തു വരും, പാല് കൊണ്ട് പോകൂല. പാല് ഞാൻ വീടുകളിലൊക്കെ എത്തിച്ചുകൊണ്ട് ഞാൻ മിന്മേ പോകും. മിന്മേ പോയി വന്നിട്ട് ഈ കിടാക്കളെ പാടത്തുകൊണ്ടേ കെട്ടിക്കൊണ്ട് ഞാൻ പുല്ലിറക്കാൻ പോകും. പുല്ലും കൊണ്ട് വന്നിട്ട് കുപ്പി കഴുകി കിടാക്കട ഇടൊക്കെ മെനയാക്കി ഞാൻ ചായ കുടിച്ച് പിന്നെ വീട്ടിലെ പണിയെ അങ്ങനെ. അപ്പൊ എനിക്ക് പശു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ചേച്ചിയുടെ ഒരു ജീവിതമാർഗം തന്നെയാണ് പശു. മേക്കാട് പണിക്ക് പോയില്ലേ? പിന്നെ എപ്പോഴാണ് മേക്കാട് പണി നിർത്തിയത്? മേക്കാട് പണി നിർത്തിയിട്ട് ഞാൻ 9 വർഷമായി. 9 വർഷമായി. അതായത് ആ ഫസ്റ്റത്തെ പശുവിൽ നിന്ന് പാല് കിട്ടിയതിന് ശേഷമാണ് നിർത്തിയത്. അതാ നിർത്തിയത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പാലൊക്കെ പശുവിന് കിട്ടി വിറ്റ് ഒരു വരുമാനം ഒരു സന്തോഷമായിരുന്നില്ലേ? എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അനുഭവം എങ്ങനെയാണ് അതിന്റെ, എങ്ങനെയാണ് സെയിലൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ ഞാൻ ആദ്യം നമ്മള് 45 രൂപ 50 രൂപയ്ക്ക് പാല് വീടുകളിൽ കൊടുത്തു. അപ്പൊ ആദ്യം വളർത്തിയപ്പോ വീടുകളിൽ ചെലവുണ്ടായില്ല, ഞങ്ങള് മിന്മേലൊക്കെ അയച്ചത്. അപ്പൊ ആൾക്കാർ പറയും മംഗളവും അജയനും കൂടി പാല് മിന്മേലൊക്കെ എത്തിക്കണ്ടല്ലോ, നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ആൾക്കാർ അങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ ഇപ്പൊ എനിക്കൊരു 10-30 കുറ്റികളുണ്ട് വീടുകളില്, കാലത്ത് വൈകിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ പാല് ബാലൻസ് കൊണ്ടുവന്ന് മിനിമയിലേക്ക് എത്തിക്കും. അപ്പൊ എനിക്ക് അതൊരു ലാഭമാർഗമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ലിറ്ററിന് 65 രൂപയായിട്ടാണ് പാല് കൊടുക്കുന്നത്. 65 രൂപയ്ക്ക് അല്ലേ? എന്തായാലും നമുക്ക് പശുക്കളെ പരിചയപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഇതാണ് ചേച്ചിയുടെ പശുക്കള്, 4 പശുക്കളാണുള്ളത്. ഓക്കെ. ഇതിപ്പോ എത്ര നാളായ പശുക്കൾ ഇവിടെ വന്ന് ഇവിടെ വാങ്ങിച്ചതാണ്? 6 മാസമായി. 6 മാസം. പിന്നെ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇതിന് വാങ്ങിച്ചിട്ട് 5 മാസമായി. 5 മാസമായി. ഒരു മുട്ടക്കുഞ്ഞ്. ഇതിനെ മേടിച്ചിട്ട് 6 മാസം. ആ 2 പശുക്കൾ കറക്കണത് ഞാൻ ഇവിടെ വളർത്തി, കിടാക്കള് വളർത്തി ഞാൻ ചേന പിടിപ്പിച്ച് കുത്തിവെച്ച്. അവള് 4ാം പേര് ഇപ്പൊ ഗർഭിണിയായിരിക്കണം. അതെല്ലേ? ഇവള് 2ാം പേര് ഗർഭിണിയായിരിക്കണം. വയസ്സായി കഴിഞ്ഞാൽ ഈ ചിലപ്പോ കാൽസ്യം കുറവ് കൊണ്ട് തളർന്നു പോവുക. എന്റെ ഒരെണ്ണം തളർന്നു പോയതാ. ഞാൻ കാൽസ്യം കയറ്റി കഴിഞ്ഞപ്പോ അതിന് കൊടുത്തു കളഞ്ഞു. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലേ ഇതിനകത്ത്? നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്?
നഷ്ടം എന്ന് പറഞ്ഞാൽ പശുവിന് ഇൻഷുറൻസ് ചെയ്താൽ ലാഭാ. ഇൻഷുറൻസ് ചെയ്യാൻ ഗവൺമെന്റ് വില കൂട്ടിയ പൈസ കൂട്ടിയാർന്നാ ഇൻഷുറൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ചേച്ചിക്ക് ഫസ്റ്റില്ലേ ആദ്യമൊന്നും അറിയില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് അത് പഠിച്ചത്? എന്റെ അത് പഠിച്ച് ഞാൻ ആൾക്കാരോട് ചോദിക്കും. പിന്നെ മിന്മേല് പാലളക്കുമ്പോൾ ഇങ്ങനെ പശുവിന് ഇൻഷുറൻസ് ചെയ്ത് മൃഗാശുപത്രിയിലെ ഡോക്ടർ പറയും പശുവിന് ഇൻഷുറൻസ് സാറേ പൈസ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ കൊല്ലം സബ്സിഡി ഇൻഷുറൻസ് ഉണ്ടായി. അപ്പൊ ഞാൻ ഇതിനും ചെയ്ത് വേറൊരു ചുമപ്പേനും ചെയ്ത് ആ ചുമപ്പ് പെട്ടെന്ന് ഞാൻ കുളിപ്പിച്ച് നിർത്തി പെട്ടെന്ന് വിറച്ച് കുറച്ചങ്ങ് വീണുപോയപ്പോ പിന്നെ എനിക്കില്ല, കാലിന്റെ സ്ക്രൂ വിട്ടുപോയി. അപ്പൊ ഞാൻ ഇൻഷുറൻസ് ചെയ്താൽ എനിക്ക് പകുതി പൈസ കിട്ടി. അപ്പൊ കുറച്ച് പൈസ കൂടി കൂട്ടിയാണ് ഇവളെ വാങ്ങിച്ചത്. സുന്ദരി പശു വാങ്ങിയത്. അതെല്ലേ. ഓക്കെ, ഫസ്റ്റില്ലേ ചേച്ചിക്ക് അവനെ വളർത്തിയതിനു ശേഷം അത് എങ്ങനെയാണ് എന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചത്? ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛൻ പശു വളർത്തലായിരുന്നു. അങ്ങനെ പശു ഉണ്ടായില്ല, ഒരു പശുവൊക്കെ. അപ്പൊ അച്ഛൻ കൈ മരയിക്കുന്നു പറയും, അച്ഛൻ പറയും വാടി കറന്ന് പഠിക്കാന്ന് പറയും. അങ്ങനെ ഞാൻ കറന്നു പഠിക്കും. പിന്നെ എന്റെ അമ്മയാണ് പുല്ലറക്കാനൊക്കെ പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ എന്റെ കെട്ടിയോട് പറഞ്ഞു നിങ്ങൾക്ക് സുഖമില്ലെങ്കിലും ഞാൻ ജീവിക്കാൻ പഠിച്ചിരുന്നു. എനിക്ക് കൊയ്യാനറിയാം, കൊയ്യാനും അറിയാം, പുല്ല് വെട്ടാനും അറിയാം, പാല് കൊണ്ടുവരാനും അളക്കാനും എല്ലാം. എന്റെ ഹസ്ബൻഡ് ഒന്നും സഹായിക്കൂല, കുപ്പിയില് പാലൊഴിച്ച പകുതി പുറത്തു കളയും. അങ്ങനെയാണ്. ഫുൾ ആക്റ്റീവ് ആണ്. എനിക്കൊരു ഭാരം തോന്നല്ല, നമ്മള് തോൽക്കൂല അല്ലെ. എനിക്ക് ഇഷ്ടമാണ് ഇതുങ്ങളെ വളർത്താൻ. എന്റെ കെട്ടിയും പറയും ഇനി ഉമ്മ വയ്ക്കുമ്പോ നീ ഉമ്മ വയ്ക്കില്ല അസുഖം. ഞാൻ പറയും എന്റെ പശുവിന്റെ അസുഖം എനിക്ക് വന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇവരൊക്കെ പിടിച്ച ഉമ്മ വയ്ക്കും, മൊട്ടാച്ചിനെ പിടിച്ച ഉമ്മ വെച്ചാൽ ഇയാള് മോന്ത കൊണ്ട് ഇങ്ങനെ വരും. ചേച്ചിയുടെ കുട്ടികളെ വളർത്തിയെടുക്കും അല്ലെ കണ്ടിട്ട്? കുട്ടികളെ വളർത്തി ഇപ്പൊ ഇവള് മതിച്ചിട്ട് ഇവളെ കുത്തിവെച്ചിട്ട് 2-3 ആഴ്ച ആവാൻ പോകും. ഇനിയിപ്പൊ ഇവര് രണ്ടും മതിക്കാറായിട്ടുണ്ട്. ഇതിന്റെ അമ്മയൊക്കെ അതിന്റെ അമ്മയാണ് അറ്റത്ത് കിടക്കുന്നത്. ഇത് വിക്കടമ്മ. അതിന്റെ അമ്മയ്ക്ക് ഏത് നേരം മടിവീക്കം, നല്ല കറവുള്ളതിനാ. അപ്പൊ ഞാൻ 3-ാം പേരും കൊടുത്തു കളഞ്ഞതിന്. അതെല്ലേ. പിന്നെ അപ്പുറം നിക്കണത് അതിന്റെ അമ്മയാണ് ചത്തുപോയത്. ആ ചെറുക്കനാണത്. ആ ചെറുക്കനാണത്. ഓ അതേലോ. പിന്നെ ചെറുക്കന് എന്റെ മോനാണ്. അയ്യോടാ, എന്റെ തക്കര മോനാണ്. എന്റെ തക്കര മോനാണ് അമ്മയുടെ. പേരിട്ടിട്ടുണ്ടാ? പിന്നെ ശങ്കരൻ. അതാണ് ഭയങ്കര സ്നേഹം. ശങ്കരൻ ഇവനിങ്ങനെ വെറുതെ നിർത്തിയാണ്, അത് ക്രോസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. വെറുതെ കുത്തൂല, ഇങ്ങനെ മേത്തേറുള്ളൂ. ക്രോസ് ചെയ്യിക്കില്ല. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് 10 പൈസ കിട്ടൂല. ഇപ്പഴേ പുല്ല് വെട്ടാൻ പാടത്തൊക്കെ പോയി ഞാൻ പുല്ല് വെട്ടിട്ട് കൊടുക്കും. അപ്പൊ അതൊക്കെ തിന്ന് അങ്ങനെ നിന്നോളൂ. കുത്തനെയാണെങ്കിലും നമുക്ക് വിൽക്കാൻ തോന്നുള്ളൂ. പക്ഷെ ഇപ്പം കുത്തൂല തന്നെ. അത് ശങ്കര അമ്മയുടെ മോനാണ്. നമുക്ക് ഏതൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കാന്ന് ചേച്ചി പഠിച്ചില്ല ശരിക്കും പറഞ്ഞ. അങ്ങനെ ചേച്ചി എങ്ങനെ ചെയ്യുന്ന ഇവിടെ? പശുവിനെ ഇപ്പൊ നമുക്ക് പശു കറവ അധികം ഉള്ളതാണെങ്കിൽ കറവേനും കുഞ്ഞിനും വിൽക്കുമ്പോ നമുക്ക് ലാഭം 50 രൂപ 55 രൂപയ്ക്ക് വിൽക്കും. ഇപ്പൊ കാളക്കൂട്ടിനാണെങ്കിൽ വലുതാക്കിയിട്ട് ഞാൻ കൊടുക്കുള്ളൂ, എന്നാലുള്ള പൈസ കിട്ടുള്ളൂ. ചില ആൾക്കാർ കാളക്കൂട്ടന്മാരെ അതിനെ വളർത്താൻ മുതലാവൂല എന്ന് കൊടുത്തു കളയും. പക്ഷെ ഞാൻ ഒരിക്കലും കൊടുത്തു കളയില്ല, ഞാൻ വലുതായിട്ട് കൊടുക്കുള്ളൂ. ഇപ്പൊ ഇവന് 1 വയസ്സ് കഴിഞ്ഞതാ, ഞാൻ കൊടുക്കൂല. ഇനി മഴ പിടിക്കറിയുമ്പോഴേ ഞാൻ കൊടുക്കുള്ളൂ. അപ്പൊ പാടത്ത് പുല്ല് വെട്ടാൻ വെള്ളം അധികമാകുമ്പോ നമുക്ക് പുല്ല് അങ്ങനെ കിട്ടൂല. അപ്പൊ ഞാൻ കരയിൽ കൂടെ കടന്നാണ് പുല്ല് വെട്ടിക്കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ പുറത്തു വിടുന്നുണ്ട് ചേച്ചി? ഇവരെ ഞാൻ പാടത്തോണ്ട്, ഇവര് 3 നേരം പാടത്തോണ്ട് കെട്ടിക്കൊണ്ട് ഇപ്പൊ ഇത്തിരി ഉണ്ടെന്നുള്ളൂ. ഞങ്ങൾ വന്നോണ്ട്. പാടം തൊട്ടടുത്താണ്. അതേ ആ കാണുന്ന പാടാതെ. അങ്ങനത്തെ ചേച്ചി ഇത്തരത്തില് കുട്ടികളെ വളർത്തിയെടുക്കുമ്പോ ചെലവ് കൂടുതലല്ലേ? അത് കുഴപ്പമില്ല, ചെലവ് കൂടുതലാണ് നമുക്ക്. അപ്പൊ നമുക്കൊരു പശുവിനെ മേടിക്കണമെങ്കിൽ 60,000 70,000 രൂപ കൊടുക്കണം. കുട്ടികളെ വളർത്തി അത് പ്രസവിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പൈസ ആവൂല്ലോ. നമ്മുടെ വീട്ടിലെ കഞ്ഞിയുടെ വെള്ളമോ കുറച്ച് തിരിയും കൊടുക്കുകയാണെങ്കിൽ. അതെ ചേച്ചി ഉദ്ദേശിച്ച് കുറച്ച് കൊടുക്കുമ്പോ നമ്മൾ അറിയില്ല. മറ്റൊരു പശുവിനെ മേടിക്കുമ്പോ 65 രൂപ 70 രൂപ ഒറ്റയടിക്ക് പൈസ കൊടുക്കണം. ഇവരെ വളർത്തി പ്രസവിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമുള്ള. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ 14 വർഷം പോലും ചേട്ടന് വയ്യാതായി. അപ്പൊ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു ചേച്ചി മനസ്സിൽ വിചാരിച്ചു. അപ്പൊ എനിക്ക് പണിക്ക് പോകാം. അപ്പൊ ഞാൻ വീട്ടിലെ പണിയൊക്കെ കഴിച്ച് എന്റെ മക്കളോട് കെട്ടിയോണ്ട് നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് പണിക്ക് പോയിരുന്നു. അപ്പൊ മക്കളെ എത്ര പേരാ? എനിക്ക് 2 പെൺമക്കള്. മൂത്തേനെ ഇപ്പൊ കെട്ടിച്ച്. പശു വളർത്തിൽ നിന്നാണ് ഞാൻ കെട്ടിച്ചത്. ഞാൻ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത്. അപ്പൊ മാസം സൊസൈറ്റിയിൽ കൊണ്ടുപോയി അടക്കി. അപ്പൊ എനിക്ക് ഒരു ലാഭമുള്ളത്. മക്കളെ കെട്ടിക്കാൻ 3 ലക്ഷം 4 ലക്ഷം ഞാൻ ലോൺ എടുത്ത്. അപ്പൊ ലോൺ എടുത്ത് എന്റെ മൂത്ത മോളെ ഇറക്കി വിട്ട് ഇനി ഇളയ മോളുണ്ട്. ഇളയ മോൾ എന്ത് ചെയ്യണം ഇപ്പൊ?
അവള് ടാലി പഠിച്ചിട്ട് ടാലി ജോലിക്ക് പോകും. ഓക്കെ, വിദ്യാഭ്യാസം കൊടുത്തു. വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു അമ്മ തെണ്ടി നടന്നാലും മക്കളെ വളർത്തിക്കോളാന്ന് പറഞ്ഞു. പഠിപ്പിച്ചോളാം. രണ്ടുപേരെ ഞാൻ ബികോം പഠിച്ച് ടാലിയും പഠിപ്പിച്ചു രണ്ടുപേരെ. രണ്ടുപേർക്കും ജോലിയായി. അതെയോ? അത് മതി നമുക്ക്. നമ്മുടെ മക്കള് നല്ല രീതിയിലും അതല്ലേ സന്തോഷം. അതും പശു വളർത്തലിലൂടെ തന്നെയാണ്. പശു വളർത്തലിൽ തന്നെ ഞാൻ മക്കളെ പഠിപ്പിച്ചു. ചെറിയ ചെറിയ പൈസ കിട്ടുന്നത് മാറ്റി വെച്ചും പിന്നെ ലോൺ എടുത്തു അല്ലേ? ലോൺ എടുത്തു മാറ്റി വെച്ചു. ടോട്ടൽ എത്ര പശുക്കളുണ്ടോ? കറവ പശുക്കള് ഉണ്ട്. എനിക്ക് 4 കറവ പശു. കുട്ടികളോ? കുട്ടികള് 5 പേരുണ്ട്. 5 പേരുണ്ട്. അപ്പൊ ഇതുങ്ങൾക്ക് എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ഇവർക്ക് ഇപ്പൊ 20 ലിറ്റർ പാലോളം കിട്ടും രാവിലെ മാത്രം. അത് 15 ലിറ്റർ ഞാൻ പുറത്തു കൊടുക്കും. 5 ലിറ്റർ 5.5 മിൽമേലടക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പശുക്കളെ വെച്ച് ചേച്ചി എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ലോൺ അടയ്ക്കാൻ എനിക്ക്. അതെയോ? അതെങ്ങനെയാ ലാഭകരമാക്കുന്നത് ചേച്ചി? ലാഭകരം എന്ന് വെച്ചാൽ പാലിന് 65 രൂപയുണ്ട്. അപ്പൊ പിന്നെ നമ്മ തിരി കുറച്ച് കൊടുത്താൽ പുല്ല് വെട്ടിട്ട് കൊടുക്കാനുള്ള തിരി ചേച്ചി. അപ്പൊ എന്തോരം കൊടുക്കും? 4 കിലോ 5 കിലോ ഒരു നേരം കൊടുക്കും ഒരു പശുവിന്. അപ്പൊ ഒരു പശുവിന് ഒരു ദിവസം 10 കിലോ 15 കിലോ തിരി വെച്ച് കൊടുക്കും. പിന്നെ പൊടിത്തവിട് ഉണ്ടോ? ഗോതമ്പ് തവിടുണ്ട്, അത് 1 കിലോ വെച്ച് കൊടുക്കും. കഞ്ഞി വെക്കുന്നുണ്ടോ? കഞ്ഞി വെക്കില്ല, ഞാൻ കാൽസ്യം മേടിച്ചു കൊടുക്കുന്നുണ്ട്. 5 ലിറ്ററിന്റെ കാൽസ്യം നമ്മള് ബൾക്കായിട്ട് വാങ്ങിക്കും. പിന്നെ കൂടുതൽ പുല്ലുണ്ട്, പാടത്ത് പോകുമ്പോ അവരെ വയറ് അറിയും അല്ലേ? പിന്നെ വെള്ളം നമ്മൾ കോരി വെക്കണം. അങ്ങനെ എല്ലാം മോട്ടർ അടിച്ചു കൊടുക്കണം. അപ്പൊ ചേച്ചി മറ്റൊരു ജോലിക്ക് പോകായിരുന്നു ഇത്രയും വരുമാനം കിട്ടുമായിരുന്നു ഈ പശു വളർത്തുന്ന കിട്ടുന്ന വരുമാനം? എല്ലാ വരുമാനം കിട്ടില്ല. പണിക്ക് പോവുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് 500 രൂപ 600 രൂപ കൂടി വന്ന കിട്ടണം. ഇത് വൈകുന്നേരത്തെ തീറ്റിക്ക് പോയാലും കാലത്തെ പാല് നമുക്ക് ലാഭം വരാം. ഒരു 1000 രൂപ അല്ലേ? 1000 രൂപ പാലുണ്ടെങ്കിൽ അതിന് ലാഭമാണ്. അതിന് ലാഭമാണ്. ഓക്കെ, മതിയില് നമുക്ക് വീടുകളിൽ കൊടുത്താലും സൊസൈറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം മട്ട ചെലവ് അങ്ങ് പോകും. അതെ അതെ അതെ. ഓക്കെ. പിന്നെ തീറ്റ സൊസൈറ്റിന്ന് എടുക്കും, കുറച്ച് പുറത്തുനിന്ന് കൊടുക്കും, രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ചേച്ചി പശുക്കളെ വളർത്തുന്ന വീടിനോട് ചേർന്ന് ചെറിയൊരു തൊഴുത്തിലാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഈ തൊഴുത്ത് കുറെ നാളായോ പണിതിട്ട്? ഇല്ല, ഇത് എന്റെ വീടായിരുന്നു. ഞങ്ങള് താമസിച്ച ഷെഡിലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ക്രാവിനെ വളർത്തിയപ്പോ ഷെഡ് ഇങ്ങനെ പുരോഗമിച്ചില്ലായിരുന്നു. അപ്പൊ ആ ഷെഡില് അപ്പൊ ഭയങ്കര വയ്യാകള് പശുക്കൾക്ക് ആപത്തുകളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ നോക്കിച്ചപ്പോ പറഞ്ഞ് വിത്തികളെല്ലാം പൊളിച്ചു കളയുന്നു. അപ്പൊ ഞാൻ അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചപ്പോ തൊഴുത്ത് മേയാനുള്ളത് എനിക്ക് കിട്ടി. നമ്മള് കുറച്ച് പണിത് കാണിച്ചായിരുന്നു. ഇല്ല, ഒന്നായിട്ട് അവര് പൈസ തരും. ഒന്നായിട്ട് പണിതിട്ട് അതിന്റെ ബില്ല് നമ്മ പഞ്ചായത്തിൽ കൊടുക്കണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറും. ആദ്യം ഒരു ചെറിയൊരു ഷെഡിൽ നിന്നാണ് തുടങ്ങിയത്, എന്നിട്ട് ഇതുപോലെ ആക്കിയല്ലേ? എത്ര പശുക്കൾ നിർത്താവുന്ന രീതിയിലാണ് ചേച്ചി ഇതിന്റെ അത് ചെയ്തേ? 5 പശുവിന്. 5 പശുവിന്. പിന്നെ അങ്ങോട്ടേക്ക് നീട്ടിയെടുത്ത് നീട്ടിയെടുത്ത് എന്നിട്ട് അപ്പൊ അത് നോക്കിച്ചപ്പോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതിലെ ക്രാക്കള് അവിടെ കെട്ടാ. എന്നാലും ഞാൻ എല്ലാവർക്കും മാറ്റി മേടിച്ചിട്ട് കൊടുത്തേക്കാം. അതെ അതെ. ചേച്ചി കിട്ടിയ ചെറിയ വരുമാനത്തിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അല്ലേ? ഓക്കെ. പിന്നെ വീട് പണിത് എങ്ങനെയാ? വീട് പണിതത് ഞാൻ സൊസൈറ്റിന്ന് ലോൺ എടുത്ത്, പിന്നെ പഞ്ചായത്തിൽ നിന്ന് അന്ന് 70,000 രൂപയുള്ളൂ. 70,000 രൂപ അങ്ങനെ പണിതാണ് വീട്. ശരിക്കും പറഞ്ഞ ഈ ഒരു പശുവിന് വരുമാനം കിട്ടുമെന്ന് ഓർത്ത് തന്നെ ആയിരിക്കും ഈ വീടും പണിതത്. കാരണം ലോൺ അടയ്ക്കണ്ടേ? ലോൺ അടയ്ക്കണം. പാല് വെച്ച് ഞാൻ ലോൺ അടയ്ക്കും. മാസം 4,000 രൂപ ലോൺ അടയ്ക്കണം. അതെല്ലേ? പിന്നെ പഞ്ചായത്തിൽ നിന്ന് പശുവിനെ കിട്ടൂല, അത് ഞാൻ മേടിക്കും. അപ്പൊ മാസം 1000 രൂപ വെച്ച് അതും അടയ്ക്കും. അപ്പൊ 60 കിട്ടാണെങ്കിൽ നമുക്ക് 30 അടച്ചാൽ മതിയില്ല, പരിശീലമൊന്നുമില്ല. മാസം 1000 വെച്ച് അടച്ചാൽ പിന്നെ നമുക്ക് സബ്സിഡിയും കിട്ടും. അത് കിട്ടും. അപ്പൊ ചേച്ചി പശുക്കൾക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കുന്നു നമുക്ക് കാണാം കേട്ടോ. ദേ ഇവിടെയാണ്, ഈ സൈഡിലാണ്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ഇതാണ് തീറ്റ വെക്കാനുള്ള സ്ഥലം അല്ലേ? അതാണ് പശുവിന്റെ തിരി. ഇതൊരു വീടായിരുന്നു കേട്ടോ. ഇത് എന്റെ ആദ്യത്തെ വീട്. ഇത് ചേച്ചിയുടെ ആദ്യത്തെ വീടാ. ഈ ഒരു ചെറിയ വീട്ടിൽ നിന്നാണ് ചേച്ചി തുടങ്ങിയത് അല്ലേ? നോക്ക്, ഇതാണ് തിരി. കേരള ഫീഡാണ് കൊടുക്കുന്നത്. ചേച്ചിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ജോലി ചെയ്ത് ചേച്ചി ഇത്രയും സമ്പാദിച്ചു. ഒരുപാട് സമ്പാദിച്ചില്ലേലും നമുക്ക് ജീവിക്കാം. തറവാടിന്റെ അവിടെ അവിടുന്ന് ഞാൻ തലേ ചുവന്നു. ചേച്ചി രാവിലെ പോയി പുല്ല് വെട്ടിക്കൊണ്ടുവന്നതാണ്. അതാ ഇത്രയും പുല്ല് വെട്ടി. ഇത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നേ? തലയിൽ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് വരും. താഴെ വലിച്ചോണ്ട് വരും. ഇത് എന്തോരം ഉണ്ടാവും ചേച്ചി? അത് ഇത് ഒരു 4-5 കെട്ട് പുല്ലുണ്ടാവും ഒരു ദിവസം. അത്ര കൊണ്ടുവരുമോ? 5 കെട്ട് പുല്ല് മിനിമം കൊണ്ടുവരും. അത് ഇന്നും കൊണ്ടുവന്നേക്കണേ. ഇത് ഇന്നലെ കൊണ്ടുവന്നിട്ടേക്കണേ. അതെയോ? കുറേശ്ശെ കൊണ്ടുവരും. ഒരു നേരം എനിക്ക് പശുവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഭാരമില്ല പണിയെടുക്കാൻ. അന്നേരം ഷുഗർ പ്രഷർ ഒന്നുമില്ല ഈ പണിയെടുക്കണായിരുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 58 വയസ്സ്. 58 വയസ്സുണ്ട്. ഹസ്ബൻഡ് അതാണ് കേട്ടോ.
ചേട്ടന്റെ പേരെന്താണ്? അജയൻ. അജയ്. ഓക്കെ, ചേട്ടനാണ് വയ്യാത്തത്. അപ്പൊ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ചേച്ചി നിൽക്കുന്നു. ചേച്ചി ഇവിടെ കൊടുക്കുന്ന കാൽസ്യം ഇവിടെ കാണിക്കാട്ടോ. അതാ ഈ ഒരു ബോട്ടിലാണ് ഇതിൽ കൊടുക്കുന്നത്. കണ്ടോ, ഇത് ഓസ്റ്റോവെറ്റിന്റെ കേട്ടോ കാൽസ്യം. അപ്പം തീറ്റയുടെ കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഇത് എത്ര രൂപയാവും ചേച്ചിക്ക് ഇവിടെ തരുമ്പോ? അത് 1700 ചില്ലാൻ രൂപയാണ്. ഇത് എന്തോരം കൊടുക്കും നമ്മള്? അത് 50 മില്ലി. ഓക്കെ, അളന്ന് കൊടുക്കണം അല്ലേ. ചേച്ചി എത്ര മണിക്ക് എഴുന്നേക്കും? വെളുപ്പിന് 3:30 ഇരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും പശുക്കൾക്ക് വേണ്ടി? രാവിലെ പശുക്കളെ മോട്ടർ അടിച്ച് കുളിപ്പിക്കും. അത് ഞാൻ കറവയ്ക്കിരിക്കും. കറന്ന് കഴിഞ്ഞ് വന്ന് കുപ്പിയിൽ പാലൊക്കെ ആക്കി വീടുകളിൽ കൊണ്ടുപോകും. ചേച്ചി തന്നെ നടന്നാണോ പോണേ? നടന്ന് വീടുകളിൽ പോയി വീടുകളിൽ കൊടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ മിന്മേ പോകും. മിന്മേ പോയി 7:30-7:45 വരും. അപ്പൊ തന്നെ പാടത്ത് പോയി പുല്ല് വെട്ടിക്കൊണ്ടിരും. പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് 9:10 മണിയാകുമ്പോ വീട്ടിൽ കയറും. പെല്ലറ്റ് കൊടുക്കണ എപ്പോഴാ? കറവയ്ക്ക് ശേഷമാണോ? കറവയ്ക്ക് മുമ്പ് കൊടുക്കും തീറ്റയൊക്കെ. കലിത്തീറ്റ കറവയ്ക്ക് മുമ്പ് വെച്ച് കൊടുക്കും. ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പശു വളർത്തൽ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടാണ് ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ? എന്നാലും ലാഭമാണ്. ചേച്ചി ഇവിടെ ചാണകം വിൽക്കുന്നുണ്ട്. അതും ചേച്ചി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, ചാണകം ഉണക്കുന്ന കാര്യങ്ങൾ അല്ലേ? അതെ, ഉണക്കും. ഞാൻ ഒരു 50 കിലോ ചാക്കിൽ കൊടുക്കും. 275 രൂപ മേടിക്കുകയും ചെയ്യും. അതെയോ? 75 രൂപ എന്താ അങ്ങനെ? 25 രൂപ കൂട്ടിയ ആൾക്കാർക്ക് 300 ആവൂല. അത് വേണ്ടെന്ന് വിചാരിച്ചാണ് 275 രൂപ. തല ചുമന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കും. പുല്ല് ഒറ്റയ്ക്കാണ് വെട്ടുന്നതും ചുമന്നുകൊണ്ട് വരുന്നതും, പിന്നെ ചാണകം ഉണക്കുന്നതും ഒറ്റയ്ക്കാണ്, പിന്നെ അതുപോലെ തല ചുമന്ന് കൊടുക്കുന്നതുമാണ്, പാലും വിൽക്കുന്നതും ഒറ്റയ്ക്കാണ്. അത് നടന്നാണ് ചെയ്യുന്നത്. ചേച്ചി തൊഴുത്ത് വന്നിട്ട് എത്ര നാളായി? തൊഴുത്ത് വന്നിട്ട് 5-6 വർഷമായിട്ടുള്ളൂ. 6 വർഷമായിട്ടുള്ളൂ. ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് പണിയായിരുന്നു അതോ ഇങ്ങനെ പകുതി പണി? പകുതി പണി ചെയ്ത ഒറ്റയടിക്ക് മോൾ വശം പണിതുള്ളൂ. ഇതൊക്കെ കുറേശ്ശെ. ഫസ്റ്റ് നമ്മൾ ഇത് പണിതല്ലേ ഈ പശുക്കൾക്ക് കിടക്കാന്ന്. രണ്ടാമത് ഇതായിരിക്കും പണിത് ഈ ബിൽഡ് ചെയ്തേക്കണേ അല്ലേ? പിന്നെ ഇത് പുല്ലുവെട്ടി പണിത്. ഇത് 3-4 ഘട്ടമായിട്ടാണ് പണിത്. അപ്പൊ വെറുതെ ഇട്ടേക്കുമായിരുന്നോ? വെറുതെ ഇട്ടൊക്കെ. ചേച്ചി കയ്യിലുള്ള പൈസ അനുസരിച്ച് ചെയ്യണം അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ കെട്ടി വെച്ചേക്കണേ, അത് അവര് മറിച്ച് കളയുവേ. അപ്പൊ പുല്ലു തൊട്ടി ഇങ്ങനെയാണല്ലോ, അപ്പൊ മറിച്ച് കളയാതിരിക്കാനാണ് ബക്കറ്റ് കെട്ടി വെച്ചത്. ഓക്കെ, അപ്പൊ അവർക്ക് ഫുള്ള് വെള്ളം വേണം കുടിക്കാൻ. ഏത് നേരം കുടിച്ചോട്ടെ എന്ന് പറഞ്ഞാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. കൊള്ളാട്ട ഈ ഐഡിയ നോക്കട്ടോ. ഇതിപ്പം അവർ തട്ടിയാലും അങ്ങനെ മറിഞ്ഞു വീഴില്ല. 4 പേർക്കും കെട്ടി വെച്ചു കൊടുക്കും. ഇതിപ്പോ എന്താ കലക്കി വെച്ചിട്ട് കൊടുക്കണമെന്ന് തോന്നൂല്ലോ? ഇല്ല, അത് കാലത്തെ തവിട്, ഇത് കാൽസ്യപ്പൊടി അതിന് ഇട്ടതാണ്. ഇതിന് മാത്രമേ കാൽസ്യപ്പൊടി കൊടുക്കുള്ളൂ. മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടിയ. ഇതിന് പാല് കുറവായതായിട്ട്, പാല് കൂടുതലുള്ളവർക്കാണ് ഞാൻ സിറപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇനി എന്താ ഭാവി പ്ലാന്? എനിക്ക് ഇനി ഒരു മുളം കൂടി കെട്ടിക്കാനുണ്ട്. അപ്പൊ ഇനിയും പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അപ്പം നമുക്ക് കുറച്ചും കൂടി പൈസ ഉണ്ടാക്കിയിട്ട് മുള കെട്ടിക്കണം. അപ്പൊ ഇനിയും പശുക്കളെ കൂട്ടാൻ താല്പര്യം ഉണ്ടോ? എനിക്ക് ഒരെണ്ണം കൂടി കറവ പശുവിനെ വേണമെന്നാണ് താല്പര്യം. എന്തായാലും അങ്ങനെ നടക്കട്ടെ. ചേച്ചി ഇന്നലെ ഞങ്ങൾ വിളിച്ചപ്പോ ചേച്ചി പശുക്കളെ നോക്കാൻ പോയെന്ന് പറഞ്ഞു. പോയിട്ട് എന്തായെന്ന് വെച്ചാൽ അത് എനിക്ക് അത്ര പറ്റിയില്ല. പശുവിനെ തട്ടണ പശു ഒന്നും ഞാൻ മേടിക്കൂല. ഞാനാണ് കറക്കണേ. എനിക്ക് തട്ടാത്ത പശുക്കളൊക്കെ വേണം. ചേച്ചി എങ്ങനെ നല്ല പശുക്കളെ തെരഞ്ഞെടുക്കണേ? നല്ല പശുക്കളെ തെരഞ്ഞെടുക്കണ അവരുടെ തീറ്റയും എങ്ങനെയാന്ന് അറിയണം, മടി എങ്ങനെയാന്ന് അറിയണം. നമ്മ ചെന്ന് കാണുമ്പോ മടിമ പിടിച്ചു നോക്കും. വലിയ മടിയുള്ളതാണ് ചെറിയ കുഞ്ഞു? എങ്ങനെയാണ്? വലിയ മടിയുള്ള പശുവാണ് കറവ നല്ലത്. കാമ്പ് വലുതായിരിക്കണം. ചേച്ചി ഇവിടെ കൈക്കറവയല്ലേ? ഞാൻ കൈക്കറവ. പിന്നെ തട്ടണ്ടോ നോക്കൂ? തട്ടണ്ടോ നോക്കും. മടിമ പിടിച്ചു നോക്കും. തട്ടണ്ട ഞാൻ മേടിക്കൂല. പിന്നെ വേറെ പാൽ ഞരമ്പ് നോക്കും, അങ്ങനെയൊക്കെ നോക്കുവോ? അങ്ങനെയൊന്നും നോക്കാറില്ല. ഇല്ല. അതായത് നമുക്ക് പറ്റണാണ് തട്ടല്ലെന്നുള്ള ഒരു ഉദ്ദേശത്തോട്. അത് തന്നെ. ഒരു 8 ലിറ്റർ 9 ലിറ്റർ പാലുള്ള പശുവാണെങ്കിൽ ഞാൻ എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടാ മനസ്സിലാവും എത്രയും പാലുണ്ടെന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാൻ സാധനത്തിനെ തിരിച്ചുകൊണ്ടിരുന്നു പറയും. നമ്മൾ പൈസ കൊടുക്കണല്ലോ. അതെ. അപ്പൊ 8 അല്ലെങ്കിൽ 9 ലിറ്റർ പാലുള്ള പശുക്കളെ വാങ്ങുള്ളൂ. അപ്പൊ ഹൈബ്രിഡ് പശുക്കളെ വാങ്ങൂല? അത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ 8 ലിറ്റർ 9 ലിറ്റർ പാലുള്ള പശുവാണെങ്കിൽ അങ്ങനെ അസുഖം വരൂല. നമുക്ക് കറവയ്ക്കും കുഴപ്പമില്ല. അത് എന്തുകൊണ്ടും നമുക്ക് ലാഭകരമാണ്. അതായത് ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളെ. ഏറ്റവും നല്ലത് ജേഴ്സി പശുവാണ്. അപ്പൊ സാധാരണ നമ്മളെല്ലാരും സ്ത്രീകള് ജേഴ്സി പശുക്കളെയാണ് തെരഞ്ഞെടുക്കാറ്. നമുക്ക് ഇണങ്ങി വരൂലേ? എച്ചപ്പാണെങ്കിൽ ഏതൊരു അസുഖമായിരിക്കും. പിന്നെ എന്താ പറയാ, നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതിന്റെ ഒരു ഇതേ ഉള്ളൂ. ചേച്ചി ഗവൺമെന്റ് സപ്പോർട്ട് എങ്ങനെയുണ്ട്? നമ്മള് ചേച്ചി പറഞ്ഞ കുറെ സ്കീമുകൾ വാങ്ങിച്ചെടുത്തു. അതെങ്ങനെ ചേച്ചി വാങ്ങിച്ചെടുത്തേ? അത് ഞാൻ തേടി പിടിക്കും. പിന്നെ മൃഗാശുപത്രിയിലെ ഡോക്ടറോട് ചോദിക്കും. നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ? നമുക്ക് അന്വേഷിച്ചാലേ കിട്ടുള്ളൂ. നമ്മ എന്തും മുന്നോട്ട് ഇറങ്ങിയെങ്കിലാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ മൃഗാശുപത്രി സാറിനോട് ചോദിക്കും. സാറെല്ലാം പറഞ്ഞു തരും. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് പശുക്കളുടെ കാര്യമൊക്കെ ചെയ്തിട്ട് പിന്നെ അന്വേഷിക്കാൻ പോകുന്ന സമയമുണ്ടോ? സമയമുണ്ട്. ഇനി 12 മണി തുടങ്ങി 1 മണി വരെ സമയമുണ്ടല്ലോ. അപ്പൊ ചിലപ്പോ കറി വെക്കൂല.
കറി വൈകുന്നേരത്തെ കറി ഉണ്ടാവല്ലോ, അപ്പൊ ഞാൻ ഇത് തേടി പിടിച്ചിറങ്ങും. നമ്മുടെ ആവശ്യമല്ല ആവശ്യമുള്ള 1 മണിയാകുമ്പോഴത്തേക്ക് അവിടെ വരും. പശുവിനെ കുളിപ്പിക്കണം, കറവ, പിന്നെ പാല് കൊണ്ട് വീടുകളിൽ കൊടുക്കണം, മിൽമ കൊടുക്കണം. അപ്പൊ കിട്ടിയ ഗ്യാപ്പിന് നമ്മള് ആ പഞ്ചായത്തിലൊക്കെ പോയി അന്വേഷിക്കും. അതിന്റെ കൂടുതൽ ചേച്ചിക്ക് അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട് കൃഷിഭവനിൽ നിന്നാണ്, എടത്തല ഗ്രാമപഞ്ചായത്ത് അല്ലേ? അതെ, മികച്ച ക്ഷീരകർഷകയ്ക്കുള്ള അവാർഡാണ്. ചേച്ചി അർഹനായ ഒരാളാണ്. അപ്പൊ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശു വളർത്തൽ മുന്നോട്ട് പോട്ടെ. ഓക്കെ, ദൈവത്തിന് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പൂക്കാട്ടൂടിയിലുള്ള മംഗളം ചേച്ചിയുടെ പശു വളർത്തലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.